ഞങ്ങളുടെ ഒരു 2 സ്ഥലങ്ങളിൽ പഠിപ്പിക്കാനായിട്ട് ആദ്യം പോയിരുന്നു. അതോടുകൂടി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു വീട്ടിൽ ക്ലാസ് പതുക്കെ തുടങ്ങി. ഞാൻ 2017 വരെ ഞാൻ മാർഗി എന്ന് പറയുന്ന ഒരു തിരുവനന്തപുരത്ത് ഒരു സ്ഥാപനത്തിലാണ്. തിരുവനന്തപുരത്തെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പം എനിക്ക് അഭിനയത്തിൻ്റെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അത് ഞാൻ 2017 ജോലി അവിടെ നിന്ന് മറ്റു പല കാരണങ്ങളും ഉണ്ട്. എന്നാലും ഓഫ് കോഴ്സ് ഞാൻ അവിടെ നിന്ന് ജോലി രാജിവെച്ചു. ഓഗസ്റ്റ് 31 തന്നെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള റീസണും മെയിനായിട്ട് ഇത് തന്നെയാണ്. ഞങ്ങൾ വർക്ക് ചെയ്ത് എനിക്കിപ്പോൾ ഞങ്ങൾക്കൊരു 3 ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇപ്പം 4ാമത്തതാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട 2 സിനിമാ താരങ്ങളാണ് ശോഭനയും മഞ്ജു വാര്യരും. ഇവർ രണ്ടുപേരും സിനിമയിലേക്ക് പ്രവേശിച്ചത് നൃത്തത്തിലൂടെയാണ്. ഇത് കാണുന്ന ഭൂരിഭാഗം പേർക്കും നൃത്തം അഭിനിവേശമായുള്ളവരാണ്. നിങ്ങളും സ്വന്തമായി ഒരു നൃത്ത അക്കാദമി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഡാൻസ് അക്കാദമിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ജീവിതം തന്നെ നൃത്തത്തിനായി മാറ്റിവെച്ച 2 ഡാൻസ് വിദഗ്ധരാണ് നമ്മളുടെ ഈ കോഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം രജിത മകേഷ്, കഥകളി വിദഗ്ധനും രജിത മകേഷിന്റെ ജീവിത പങ്കാളിയുമായ കലാമണ്ഡലം മഹേഷ് പരമേശ്വരൻ എന്നിവരുടെ സഹായത്തോടെ ഡാൻസ് അക്കാദമി ബിസിനസിന്റെ കൂടുതൽ വിവരത്തിലേക്ക് നമുക്ക് കടക്കാം. ഗുരുകുല സമ്പ്രദായമായിട്ട് കൊണ്ട് നടക്കുന്നതിന് നമ്മുടെ വീടുകളിൽ അത് പഠിപ്പിക്കുന്നതിന് അതിന് ആവശ്യമില്ല. നമ്മൾ പിന്നെ ഇപ്പം നമ്മുടെ ഒരു നിയമ വ്യവസ്ഥയിലേക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെളിയിൽ എവിടെയെങ്കിലും പോയി പിന്നെ നമുക്ക് അക്കമ്പനി ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ പറയുക, ഒരു SNDPയുടെ ശാഖയോ ഇല്ലെന്നുണ്ടെങ്കിൽ NSSന്റെ കറിയോ പോകും, അവരുമായിട്ടൊക്കെ അസോസിയേഷൻ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഇല്ല, അതിനകത്ത് ലൈസൻസിന്റെ യാതൊരു ആവശ്യമില്ല. പിന്നീട് നമ്മൾ കോർപ്പറേഷൻ പോലുള്ള, അപ്പം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന എൻ്റെ സ്ഥാപനം ഒരു കോർപ്പറേഷൻ ഏരിയയിലാണ്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ലൈസൻസ് എടുക്കാം. അപ്പോൾ ഇതൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് വേണമെങ്കിൽ എടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. കോർപ്പറേഷൻ ഏരിയയിൽ നിന്നും പിന്നെ കൊമേഴ്ഷ്യൽ ആയിട്ട് പർപ്പസ് ചെയ്യാനെന്നായിട്ട് നമുക്ക് ലൈസൻസ് എടുക്കും. വളരെ തുച്ഛമായ പൈസ അതിനകത്ത് ആവുള്ളൂ. പിന്നെ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ പേർക്ക് ഒരു 3 വർഷത്തേക്കോ അല്ലെങ്കിൽ സബ് രജിസ്റ്റർ ഓഫീസിൽ വേണ്ടി കുറച്ച് പൈസയാവും. അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ചെയ്യാം. അതും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു റണ്ണിങ് ആക്കി ഒരു 3 വർഷം കഴിഞ്ഞതിന് ശേഷം, ആഫ്റ്റർ 3 വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സംഗീത നാടക അക്കാദമിയിൽ കീഴിൽ ഒരു അഫിലിയേഷൻ മാതിരി തന്നെ. അഫിലിയേഷൻ പോലെ അത് നമ്മുടെ കുറച്ചുകൂടെ ക്രെഡിബിലിറ്റിക്ക് നല്ലതാണ്. അഫിലിയേഷൻ അതെ അംഗീകൃതം സംഗീത അക്കാദമി അംഗീകൃതം എന്നും പറയും. അതിലൊരു നമ്പർ തരും, ലൈസൻസ് നമ്പർ തരും. അതൊരു 3 വർഷം കഴിഞ്ഞിട്ട് തന്നെ സംഭവം അത് കിട്ടുള്ളൂ. അക്കാദമി ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇന്റീരിയൽ ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ ചെയ്തത് വെച്ചാൽ ലോൺ എടുത്തിട്ടല്ല. അപ്പോൾ ഇന്ത്യയിൽ ചെയ്യാനാണെന്നിട്ട് നമുക്ക് ലോൺ കിട്ടും. ബാങ്കുമായിട്ട് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് മാനേജറുമായിട്ട് സംസാരിച്ച് ബിസിനസ് ലോണായിട്ടല്ല, അത് ഇന്ത്യയിൽ ചെയ്യാനായിട്ട് നമ്മൾ ഇന്നൊരു പർപ്പസിലാണ്. അതിന് വേണ്ടത് ഒരു 3 വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ മസ്റ്റ്. അതൊരു സംഭവം വേണം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഗവൺമെൻറ് വഴി പൈസ അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവം, നമുക്ക് ഓരോ പ്രോജക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ മുൻകൂറായിട്ട് അതിനെ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് അയച്ചു കൊടുക്കാം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംഗീത അക്കാദമിയിലേക്ക് അല്ലെങ്കിൽ ഈ സംഭവത്തിലേക്ക് ICCRലേക്ക്. അപ്പോൾ ഒരു പ്രോജക്റ്റാണ് സംഭവം. അപ്പോൾ അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വിശദീകരിച്ചൊരു പ്രോജക്റ്റ് റിപ്പോർട്ട് ആദ്യം തയ്യാറാക്കി അതിൻ്റെ അതിന് ഇത്ര രൂപ തുകയാവും, ഇത്ര രൂപ നമുക്ക് അതിന് വേണ്ടി ചിലവാക്കും. അത് ഇതാണ് നമ്മുടെ ഉദ്ദേശം. എന്താണ് നമ്മൾ ഓരോ സാധനം ഉണ്ടാക്കുമ്പോൾ ഓരോ ഉദ്ദേശങ്ങളുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് അതെല്ലാം കൂടെ തയ്യാറാക്കി ഒരു പ്രോജക്റ്റായിട്ട് തയ്യാറാക്കി അവർക്ക് അയച്ച് തരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥാപനങ്ങൾക്ക് അവർ ഗ്രാൻഡ് മാതിരി കൊടുക്കും. പ്രോജക്റ്റ് ഗ്രാൻഡ് ഉണ്ട്. അതല്ലാതെ തന്നെ ഒരു 3 വർഷം ഒക്കെ ആയിക്കഴിഞ്ഞാൽ, 3 വർഷം കഴിയണം മിനിമം. അത് പ്രൂവ് കൊടുക്കണം. നമ്മൾ ഇന്നതുപോലെയാണ്, നമ്മൾ ഇന്നതുപോലെ വന്നിരുന്നു. പിന്നെ അവിടെ ഇതിനൊരു ഫിൽട്ടർ കമ്മിറ്റി ഉണ്ട്. അവർ അംഗീകരിച്ചതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് മാത്രമല്ല, ഒട്ടനവധി സ്ഥാപനങ്ങൾ അങ്ങനെ ഓൾ ഓവർ കേരള അങ്ങനെ അവിടുന്ന് നല്ല രീതിയിൽ ഫണ്ട് വാങ്ങുന്നുണ്ട്. ഡാൻസ് അക്കാദമി ബിസിനസിന്റെ മാർക്കറ്റ് റിസർച്ച് പ്ലാൻ എന്ന ഒരു ചെറിയ പോർഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഡാൻസ് അക്കാദമി ആരംഭിക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. വിദഗ്ധരായ 2 മെന്റർമാർ ചെറിയൊരു രൂപരേഖ നമുക്ക് നൽകുകയും ചെയ്തു. ഡാൻസ് ബിസിനസ് അക്കാദമി തുടങ്ങാനുള്ള A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇതിപ്പോൾ എൻ്റെ തിരുവനന്തപുരത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആവശ്യം പോലെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരാരും അവരിൽ ഒരു 80% ആൾക്കാരും ഒരു അക്കാഡമിക് യോഗ്യത ഇല്ലാത്തവർ തന്നെയാണ്. ഇവർ കുട്ടിക്കാലത്ത് ഇപ്പം ഞങ്ങളുടെ ഇടയിൽ പഠിക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് പഠിക്കുന്നു. അപ്പം ഞങ്ങളുടെ ഇടയിൽ കോമ്പറ്റീഷൻ അങ്ങനെ ഇല്ല. ഏത് യുവജനോത്സവങ്ങളിൽ അങ്ങനെ പങ്കെടുപ്പിക്കാനായിട്ടുള്ള ഒരു ഇതില്ല. പക്ഷെ എന്നാലും അങ്ങനെ ഉള്ള സ്ഥലങ്ങൾ ആവശ്യം പോലെയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അവിടെ പഠിപ്പിക്കും.
എന്ത് പഠിപ്പിക്കും? ഈ പോലെ ക്യാപ്സൂൾ പഠിപ്പിക്കും. അപ്പോൾ ക്യാപ്സൂൾ പഠിപ്പിക്കുക, അവരതിനെ എന്ത് ചെയ്യും, കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് ഇവർ കുച്ചിപ്പുടി പഠിക്കും, ക്യാപ്സൂൾ, ഭരതനാട്യം പഠിക്കും, മോഹിനിയാട്ടം പഠിക്കും, നാടോടി നൃത്തം പഠിക്കും, ഇനിയിപ്പോൾ എല്ലാം പഠിക്കും. അപ്പോൾ അത് പഠിച്ച് അത് കുറച്ച് ഒരു സ്റ്റേജൊക്കെ കിട്ടി വരുന്ന സമയത്ത് അവർ വിചാരിക്കും അവർക്കൊരു ഡാൻസ് ക്ലാസ് തുടങ്ങാം എന്നുണ്ട്. ഓഫ് കോഴ്സ് അവരങ്ങ് തുടങ്ങുന്നു. കുറച്ച് പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു സീരിയലിലോ അല്ലെങ്കിൽ സിനിമയിലൊക്കെ എന്ത് ജസ്റ്റ് ഒന്ന് തല കാണിക്കുക, ഈസി ആയിട്ട്. എന്നാൽ പിന്നെ നമുക്ക് വേറെ ഒരു ഇതും വേണ്ട, ആരാന്ന് വെച്ചാൽ ഇന്ന ആള് എന്ന് പറയും. അവർ അങ്ങനെ എത്രയോ പേര് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യത്തില് യോഗ്യത വേണോ വേണ്ടേ എന്നുള്ള കാര്യം അവൻ സ്വയമായിട്ട് ഇരുത്തി ആലോചിച്ചിട്ട് തീരുമാനിക്കേണ്ട കേസാണ്. അത് അവനവൻ ചിന്തിച്ചിട്ട് അവനവൻ്റെ ഇഷ്ടപ്പെടാം, അങ്ങനെയും ചെയ്യാം. അപ്പം നമുക്കിപ്പോൾ എൻ്റെ വൈഫിനെ സംബന്ധിച്ച് ഇവിടെ ഇവർ 3 വിഷയങ്ങൾ ഈസി ആയിട്ട് പഠിപ്പിക്കാം, പിന്നെ പാട്ട് വേണമെങ്കിലും പഠിപ്പിക്കാം. അവിടെ ഞങ്ങളത് ചെയ്യുന്നില്ല. നമ്മളത് ഓക്കെ, ഞങ്ങൾക്ക് ഇതാണ് തൃപ്തി, അല്ലെങ്കിൽ ഒരു നമ്മുടെ റൂട്ട് ലക്ഷ്യം ഇതാണെന്ന് ആ റൂട്ടിൽ പോകുന്നു. എല്ലാവരും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷന് ഇടയിൽ ബോർഡ് വെച്ച് നോക്കുന്നത് മനസ്സിലാവും. നാടോടി നൃത്തം മുതൽ കഥക്ക് വരെയുള്ള, മണിപ്പൂരി ആണെങ്കിൽ അവരും അതും പഠിപ്പിക്കും. അഫിലിയേഷൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒട്ടനവധി ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേരുകൾ എന്ന് പറയുമ്പം എന്താ പറയുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് വെച്ചിട്ട് കോളേജ് ഓഫ് ഇതെന്ന് പറയുക, കൾച്ചറൽ ആക്ടിവിറ്റീസ് എന്നോ ഇല്ലെന്നുണ്ടെങ്കിൽ കോളേജ് ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് അതിന് ഒത്തിരി സർവകലാശാലകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അവർക്ക് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു ഇൻകം അവിടെ അടച്ചാൽ മാത്രം മതി. അങ്ങനെ ഞങ്ങൾക്കും കിട്ടും. സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു മാനദണ്ഡം വേണോ വേണ്ടേ എന്നുള്ള കാര്യം, നമ്മളൊരു കോഴ്സായിട്ട് അത് നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സർട്ടിഫിക്കറ്റ് അതെ കൊടുക്കാം. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ ഒരു ഡിപ്ലോമ കോഴ്സ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എന്തോ നല്ല സമയമായത് കാരണം കോവിഡ് വന്നു, അതുകൊണ്ട് കംപ്ലീറ്റ് അങ്ങ് സ്റ്റോപ്പായി. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് സംഭവം. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഞാൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയെടുത്ത സർട്ടിഫിക്കറ്റ് അല്ല. അതിന് പകരം ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സംഭവം. കാരണം ഒരു ലോങ് ടൈം ആണ് കോഴ്സ് വരുന്നത്. ഒരു 3 വർഷത്തോളം ഉള്ള ഒരു കോഴ്സാണ്. ചില മേഖലകളിൽ ഈ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ അതിന് ഇവർ ടാക്സ് അടയ്ക്കണമല്ലോ. ഏതാ ബിൽഡിംഗ് ഉടമസ്ഥൻ എന്തായാലും അത് അവിടെ ടാക്സ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ലൈസൻസ് എടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ CCTV തന്നെയാണ്. ഏറ്റവും ബെസ്റ്റ്. കാരണം കുട്ടികൾ അപ്പോൾ പാരൻസിന് അവർക്കും വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക, വിശ്വാസ്യത നേടാൻ പറ്റും. അതും പ്രത്യേകിച്ചും ആണുങ്ങൾ പഠിപ്പിക്കുന്ന സമയങ്ങളിൽ അത് പാരൻസിന് മാത്രമല്ല ഞങ്ങൾക്കും മനസ്സിലായോ. നമുക്ക് ഏറ്റവും എളുപ്പമാണ്. കാരണം വെച്ചാല് നമുക്ക് എന്തെങ്കിലും ഇന്നത്തെ കാലഘട്ടമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതർവൈസ് എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാവില്ല. ഏറ്റവും ബെറ്റർ CCTV തന്നെയാണ് അതിന്റെ ഏറ്റവും എന്റെ ചോയ്സ് ആണ്. അതെ. ഈ ബിസിനസിനെ കുറിച്ചുള്ള മാർക്കറ്റ് റിസർച്ച് പ്ലാനിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞതുകൊണ്ട് ഈ ബിസിനസ് ആരംഭിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? ഡാൻസ് അക്കാഡമി ബിസിനസ് ആരംഭിക്കാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മണി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.